വെൽക്കം ടു വൺസ്. നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് RCC ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ് നമുക്കറിയാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് LSM ആണ് അല്ലേ. നമ്മൾ പല പല മെത്തേഡ് ഓഫ് ഡിസൈൻ ഉണ്ടെങ്കിലും WSM ഉണ്ട്, LSM ഉണ്ട്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൊണ്ടു നടക്കുന്ന LSM ആണ്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഈ ഒരു സെഷനിൽ നമുക്ക് ലോഡ് കോമ്പിനേഷൻസ് ഇൻ LSM ആണ് നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ലോഡ് കോമ്പിനേഷൻസ് ഇൻ LSM ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ഓക്കെ അല്ലേ. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ആദ്യം നമ്മൾ രണ്ട് ടേംസ് പറയണം. നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്ത പരിപാടിയാണ്. there is a term called service load. yes, നമ്മൾ അതിനെ ചുരുക്കി SL എന്ന് പറയും. and there is a term called ultimate load ആണ്. ultimate load. there is a term called service load and there is a term called ultimate load ആണ്. സർവീസ് ലോഡിനെ നമ്മൾ എന്തുകൂടി പറയാറുണ്ട്? ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് വർക്കിംഗ് ലോഡ് എന്നും പറയാറുണ്ട്. വർക്കിംഗ് ലോഡ് എന്നും പറയാറുണ്ട്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് എന്താണ് സർവീസ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളറിയാം ബീം അല്ലെങ്കിൽ ഒരു കോളം ഇങ്ങനെയുള്ള മെമ്പേഴ്സ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രത്യേക ഒരു പർപ്പസിന് വേണ്ടിയാണ് അല്ലെ. ആ ഒരു മെമ്പർ അതിന്റെ മുകളിൽ നോർമലായിട്ട് വരുന്ന യൂഷ്വലി വരുന്ന ലോഡ് വന്നു കഴിഞ്ഞാലും എന്ത് കാണിക്കരുത്? ഫെയിലർ ഒന്നും കാണിക്കരുത്. അതിന്റെ മുകളിൽ യൂഷ്വലി വരുന്ന ലോഡൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റണം. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന റൂം, നിങ്ങളുടെ സ്വന്തം റൂമിലാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ഉണ്ട്, നിങ്ങളുടെ മേശയും കസേരന്റെ വെയിറ്റ് വരും, നിങ്ങളുടെ ബെഡ്റൂമിലുള്ള ബെഡിന്റെ വെയിറ്റ് വരും, അലമാര, അങ്ങനെയുള്ള ഈ സാധനങ്ങളുടെ എല്ലാം വെയിറ്റ് ആണ് നിങ്ങളിരിക്കുന്ന റൂമിലെ ഫ്ലോറിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സ്വന്തം വെയിറ്റ്, ബെഞ്ച്, നമ്മുടെ മേശയും കസേരയും, പിന്നെ നമ്മുടെ എന്തുണ്ടാവും, നമ്മുടെ ബെഡ് ഉണ്ടാവും, അലമാര ഉണ്ടാവും, വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള സാധാരണഗതിയിൽ വരുന്ന ലോഡ് ഓൺ എ മെമ്പർ ദാറ്റ് ഈസ് ടേംഡ് ആസ് സർവീസ് ലോഡ്. അതാണ് വർക്കിംഗ് ലോഡ്. അത് ചെറുതായിരിക്കില്ലേ? നിങ്ങളുടെ ഫ്ലോർ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന റൂമിന്റെ ഫ്ലോറിൽ ആക്ട് ചെയ്യപ്പെടുന്ന സാധാരണഗതിയിൽ അത് ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ്, അതിന്റെ മുകളിൽ വരുന്ന ലോഡ്, അതിനെയാണ് സർവീസ് ലോഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? തീർച്ചയായിട്ടും അതിനെ സർവീസ് ലോഡ് എന്നാണ് പറയാം. അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ വർക്കിംഗ് ലോഡ്. ചെറുതല്ലേ അത്? അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് സേ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, നിങ്ങളുടെ റൂമിലാണ് DJ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ റൂമിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. എല്ലാവരും നിങ്ങളുടെ റൂമിലുണ്ടാവും. DJ സെറ്റ് ചെയ്തിട്ടുണ്ട്, പാട്ട് കളിക്കുന്നുണ്ടാവും, പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവും, എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ടാവും, എല്ലാവരും തുള്ളി കളിക്കുന്നുണ്ടാവും. അതായത് സാധാരണഗതിയിൽ വരുന്ന ലോഡിനെക്കാളും വലിയൊരു ലോഡ് ഇന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നു അല്ലെ. കുറെ ആൾക്കാരുണ്ട് ആൻഡ് എല്ലാവരും ജമ്പ് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ ലോഡ് ആക്ട് ചെയ്യുന്നില്ലേ? സോ ഇപ്പൊ നിങ്ങളുടെ ഫ്ലോറിൽ ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കാരണം there is more load is acting. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു മെമ്പറിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡിനെ സർവീസ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് അതേ മെമ്പറിൽ ചില അവസരങ്ങളിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ മാത്രം വലിയൊരു ലോഡ് വന്നേക്കാം ചില അവസരങ്ങളിൽ. അപ്പോ നിങ്ങൾ പറഞ്ഞേ, ഈ രണ്ട് ലോഡുകളിൽ ഏത് ലോഡിന് വേണ്ടിയായിരിക്കും നിങ്ങൾ ഡിസൈൻ ചെയ്യുക നിങ്ങളെ മെമ്പർ? സാധാരണഗതിയിൽ നിങ്ങളെ വെയിറ്റും സാധാരണ കാണുന്ന സാധനങ്ങളുടെ വെയിറ്റുമാണ് നമ്മുടെ മെമ്പറിലെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു, ഓക്കെ, നമ്മുടെ റൂമിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക, എല്ലാവരും ജമ്പ് ചെയ്യുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, അതായത് അൾട്ടിമേറ്റ് ലോഡ് ഈസ് ആക്ടിങ്. തീർച്ചയായിട്ടും വി വിൽ ബി ഡിസൈനിങ് ഓൾവേസ് ബേസ്ഡ് ഓൺ ഏതാണ്? യെസ്, അൾട്ടിമേറ്റ് ലോഡാണ്. അതുകൊണ്ട് ഈ അൾട്ടിമേറ്റ് ലോഡിന് നമ്മൾ എന്തും പറയാറുണ്ട്? ഡിസൈൻ ലോഡ് എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലെ. അൾട്ടിമേറ്റ് ലോഡിന്റെ വേറൊരു ഇംഗ്ലീഷ് ആണ് എന്ത്? മാക്സിമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ എന്തും പറയാറുണ്ട്? മാക്സിമം ലോഡ് എന്നും പറയാറുണ്ട്. ക്ലിയർ അല്ലേ? ടെർമിനോളജി അറിഞ്ഞിരിക്കുക, എല്ലാം ഒന്നാണ്. മാക്സിമം ലോഡ്, അൾട്ടിമേറ്റ് ലോഡ്. ഓക്കെ, മാക്സിമം ലോഡ് ഓർ അൾട്ടിമേറ്റ് ലോഡ്, അല്ലെങ്കിൽ ഈ ലോഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ദാറ്റ്സ് വൈ ഡിസൈൻ ലോഡ്. ഓക്കെ അല്ലെ. ആൻഡ് ഈ ലോഡിനെ നമ്മൾ എന്തും കൂടി പറയാറുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഫാക്ടേർഡ് ലോഡ് എന്നും പറയാറുണ്ട്. അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ്സ് സേ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സർവീസ് ലോഡ് SL ലെറ്റ്സ് സേ എത്രയാണ്? ഒരു 100 കിലോ ന്യൂട്ടനാണ് ആക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇതാണ് സർവീസ് ലോഡ്, സാധാരണഗതിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ സർവീസ് ലോഡിനോട് നിങ്ങൾ എന്തോ ഒരു ലോഡ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് സം ലോഡ് ഫാക്ടർ. നമ്മൾ ലോഡിന് ഇൻക്രീസ് ചെയ്യാണല്ലോ. സർവീസ് ലോഡും അൾട്ടിമേറ്റ് ലോഡും നോക്കിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ലോഡാണ് വലുത്. അതായത് സർവീസ് ലോഡിനോട് നിങ്ങൾ വേറെ എന്തോ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോഡ് ഫാക്ടർ 1.5 ആണ്. എത്രയാണ് സർവീസ് ലോഡ്? 100 ആണ്. ദാറ്റ് ഈസ് 150 കിലോ ന്യൂട്ടൺ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിലെ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. കമ്പയർ ചെയ്യൂ. ഇതാണ് നമ്മുടെ സർവീസ് ലോഡ് 100 കിലോ ന്യൂട്ടൺ. അൾട്ടിമേറ്റ് ലോഡ് എങ്ങനെ കിട്ടിയത്?
സർവീസ് ലോഡ് എന്തോ ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, ഏത് ഫാക്ടറാണ്? ലോഡിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടറാണ് ലോഡ് ഫാക്ടർ. ക്ലിയർ അല്ലേ? ആ ലോഡ് ഫാക്ടർ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ലോഡാണ് അൾട്ടിമേറ്റ് ലോഡ്. ഹെൻസ് ദ നെയിം എന്താണ്? ഫാക്ടർഡ് ലോഡ്. ക്ലിയർ അല്ലേ? സോ രണ്ട് ടൈപ്പ് ലോഡുകളുണ്ട്, സർവീസ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ്. അതാണ് സാധാരണഗതിയിൽ ഏതൊരു മെമ്പറിന്റെ മുകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ലോഡ്. ചില അവസരങ്ങളിൽ അതേ മെമ്പറിൽ കൂടിയ ലോഡ് വരാനും സാധ്യതകളുണ്ട്. അത് മുൻകണ്ടുകൊണ്ട് നമ്മൾ വേറൊരു ലോഡ് പറഞ്ഞു, ഏതാണ്? അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് വേറൊരു മാക്സിമം ലോഡ്. ദാറ്റ് ഈസ് ദ ലോഡ് ബേസ്ഡ് ഓൺ വിച്ച് ഡിസൈൻ ഇസ് ഡൺ. കാരണം ആ മാക്സിമം ലോഡ് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഏത് ലോഡും എടുക്കാലോ. സോ മാക്സിമം ലോഡ്, അൾട്ടിമേറ്റ് ലോഡ്, ഡിസൈൻ ലോഡ്, വൈ ഫാക്ടർഡ് ലോഡ്, സർവീസ് ലോഡിനോട് ഒരു ലോഡ് ഫാക്ടർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫാക്ടർഡ് ലോഡ് കിട്ടുന്നത്. ഓക്കെ. ഈ രണ്ട് ടേമുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LSMൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ് കോമ്പിനേഷൻസ് പറയാറുണ്ട്. ലോഡ് കോമ്പിനേഷൻസ് ഇൻ LSM, ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. LSM ആണ് നമ്മുടെ ഏറ്റവും മുഖ്യമായ ഡിസൈൻ, അല്ലെ? അത് വളരെ നല്ല ഡിസൈൻ ആണ്. അതിന്റെ കാരണം നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, 3 ടൈപ്പ് ലോഡ് കോമ്പിനേഷൻസ് ആണ് ഈ പറയുന്ന LSM കൊണ്ട് നടക്കാറുള്ളത്. ഒന്ന്, സർവീസ് ലോഡ് എന്താകുന്നു? ഡെഡ് ലോഡിന്റെയും ലൈവ് ലോഡിന്റെയും കോമ്പിനേഷൻ ആണ്. ഒന്നാമത്തെ കോമ്പിനേഷൻ ഏതൊക്കെയാണ്? ഡെഡ് ലോഡും ലൈവ് ലോഡും. ഇങ്ങനെയാണ് നിങ്ങളുടെ സർവീസ് ലോഡ് എങ്കിൽ ദെൻ അൾട്ടിമേറ്റ് ലോഡ് UL ഈസ് ഈക്വൽ ടു, നിങ്ങൾ എന്ത് ചെയ്യുക? 1.5 മൾട്ടിപ്ലൈ ചെയ്യുക ഡെഡ് ലോഡിനോട്, അതേപോലെ 1.5 മൾട്ടിപ്ലൈ ചെയ്യുക ലൈവ് ലോഡിനോട്, നിങ്ങൾക്ക് കിട്ടും അൾട്ടിമേറ്റ് ലോഡ്. ക്വസ്റ്റ്യനിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ഇതാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന കോമ്പിനേഷൻ. ക്ലിയർ അല്ലേ? രണ്ടാമത് IS കോഡ് പറയുന്ന കോമ്പിനേഷൻ ഏതൊക്കെയാണ്? നിങ്ങളുടെ സർവീസ് ലോഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ലോഡ്, രണ്ടാമത്തെ കണ്ടീഷനിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, സോ രണ്ടാമത്തെ കണ്ടീഷനിലെ ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് നോർമൽ സിറ്റുവേഷൻ എന്ന് പറയാം, നോർമൽ കണ്ടീഷൻ എന്ന് പറയാം. കാരണം ഇതിൽ രണ്ടാമത്തെ കണ്ടീഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ലോഡ് കോമ്പിനേഷൻ നോക്കിയാൽ എന്തൊക്കെയാണ്? സർവീസ് ലോഡ് വിൽ ബി സം ഓഫ് ഡെഡ് ലോഡ് പ്ലസ് ഏതാണ്? ഒന്നെങ്കിൽ വിൻഡ് ലോഡ് ഓർ ഏതാണ്? ഓർ എന്ന് എഴുതാം. വിൻഡ് ലോഡ് ഓർ എർത്ത് ക്യൂക്ക് ലോഡാണ്. വിൻഡ് ലോഡ് ഓർ എർത്ത് ക്യൂക്ക് ലോഡാണ്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് വിൻഡ് ലോഡും എർത്ത് ക്യൂക്ക് ലോഡും തന്നിട്ടുണ്ടാവും. ഓക്കെ, വിൻഡ് ലോഡും തന്നിട്ടുണ്ടാവും, എർത്ത് ക്യൂക്ക് ലോഡും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇതിൽ ഏതാ നിങ്ങൾ എടുക്കുക? മാക്സിമം ഓഫ് ദീസ് 2 ലോഡ്സ്. എർത്ത് ക്യൂക്ക് ലോഡും വിൻഡ് ലോഡും നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലെ IS കോഡ് പറയുന്നത് ഇന്ത്യനെ കുറിച്ചാണല്ലോ. ഒന്നെങ്കിൽ അവിടെ എർത്ത് ക്യൂക്ക് ലോഡേ ഉണ്ടാവുള്ളൂ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്തേ ഉണ്ടാവുള്ളൂ? വിൻഡ് ലോഡേ ഉണ്ടാവുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് ആക്ട് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളോ സാഹചര്യങ്ങളോ ഇന്ത്യയിലില്ല. അതുകൊണ്ട് നിങ്ങൾ വിൻഡ് ലോഡും എർത്ത് ക്യൂക്ക് ലോഡും തന്നു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ലോഡ് എടുത്താൽ മതി. ഏതാണോ അതിൽ മാക്സിമം ആ ലോഡ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, സോ സർവീസ് ലോഡ് ഈസ് ഈക്വൽ ടു ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് ഓർ എർത്ത് ക്യൂക്ക് ലോഡ് ആണെങ്കിൽ ഒരു സംശയം വേണ്ട, അൾട്ടിമേറ്റ് ലോഡ് എങ്ങനെ കിട്ടും? ബൈ മൾട്ടിപ്ലൈങ് 1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 വിൻഡ് ലോഡ്, ഒന്നെങ്കിൽ വിൻഡ് ലോഡ് ഓർ ഏതാണ് 1.5 ടൈംസ് എർത്ത് ക്യൂക്ക് ലോഡ്. ഏതാണ് വലുത് അത് എടുക്കുക. ഓക്കെ അല്ലെ? അതാണ് അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ കണ്ടീഷനിലെ രണ്ടാമത്തെ കോമ്പിനേഷനിലെ രണ്ടാമത്തെ കണ്ടീഷൻ, ദാറ്റ് ഈസ് കേസ് ഓഫ് സ്ട്രെസ് റിവേഴ്സൽ ആണ്. കേസ് ഓഫ് സ്ട്രെസ് റിവേഴ്സൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ ഡെഡ് ലോഡ് ആയാലും ശരി, ലൈവ് ലോഡ് ആയാലും ശരി, ഇവയെല്ലാം ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? താഴോട്ടാണ് ആക്ട് ചെയ്യുക, അല്ലെ? നമ്മുടെ വെയിറ്റ് ഒക്കെ താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, മുകളോട്ടാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മെമ്പറിന്റെ വെയിറ്റ്, നമ്മുടെ ബോഡിയുടെ വെയിറ്റ്, നമ്മുടെ മേശ, കസേര, ചെയർ, വാട്ട് എവർ ദ വെയിറ്റ്, എവറിത്തിങ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ഓൺലി. ബട്ട് വിൻഡ് ലോഡ് അങ്ങനെയാണോ? വിൻഡ് ലോഡ് ചിലപ്പോൾ താഴോട്ടാവാം, ചിലപ്പോൾ മുകളിലേക്ക് ആവാം, ചിലപ്പോൾ ഇങ്ങനെ ആവാം, ചിലപ്പോൾ അങ്ങനെ ആവാം, എങ്ങനെ വേണേ ആവാമല്ലോ. നമുക്ക് 2 കോമ്പിനേഷൻ തൽക്കാലം കൺസിഡർ ചെയ്യാം. ചിലപ്പോൾ അത് താഴോട്ടായിരിക്കാം, ചിലപ്പോൾ അത് മുകളിലോട്ടായിരിക്കാം. ഇറ്റ് ക്യാൻ ബി ഐദർ ടുവേർഡ്സ് ഡൗൺവേർഡ്സ്, അത് വിൻഡ് അല്ലേ, എങ്ങനെ വേണേ ആക്ട് ചെയ്യാലോ. ഇറ്റ് ക്യാൻ ബി ഐദർ ടുവേർഡ്സ് അപ്വേർഡ് ആണ്. സിമിലർലി എർത്ത് ക്യൂക്ക് ലോഡ് അങ്ങനെയാണോ? എർത്ത് ക്യൂക്ക് ലോഡ് എങ്ങനെ വേണേ ആക്ട് ചെയ്യാം. എർത്ത് ക്യൂക്ക് ലോഡൊക്കെ എങ്ങനെ വേണമെങ്കിലും ആക്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ആക്ടിങ് ഡൗൺവേർഡ്സ് ഓർ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അതായത് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുന്നത് എല്ലാ ലോഡുകളും താഴോട്ട് മാത്രമേ ആക്ട് ചെയ്യൂ എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന വിൻഡ് ലോഡും എർത്ത് ക്യൂക്ക് ലോഡും ചിലപ്പം താഴോട്ടല്ലാതെ മുകളിലോട്ടും ആക്ട് ചെയ്തേക്കാം.
നമ്മൾ ആ കണ്ടീഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട്. അതായത് സാധാരണഗതിയിലെ ലോഡിന്റെ എല്ലാ ഡയറക്ഷനും താഴോട്ടാണ്. അതിന് വിപരീതമായിട്ട് ചില സന്ദർഭങ്ങളിൽ മാത്രം ചില ലോഡ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. അതായത് സ്ട്രെസ്സിന്റെ ലോഡിന്റെ റിവേഴ്സൽ നടക്കുന്നു. ദാറ്റ് ഈസ് ടേംഡ് ആസ് കേസ് ഓഫ് സ്ട്രെസ് റിവേഴ്സൽ. ഇത് വിൻഡ് ലോഡിലും എർക്യൂക്ക് ലോഡിലെ ബാധിക്കുള്ളൂ. ഓക്കെ, ആ ഒരു കേസിൽ അതാണ് സ്ട്രെസ് റിവേഴ്സൽ എന്ന് പറയുന്ന വേർഡ് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? വിൻഡ് ലോഡിലും എർക്യൂക്ക് ലോഡിലും മാത്രമേ സ്ട്രെസ് റിവേഴ്സൽ സംഭവിക്കുള്ളൂ. ഒരു കാരണവശാലും ഡെഡ് ലോഡിലും ലൈവ് ലോഡിലും തിരിഞ്ഞ് ആക്ട് ചെയ്യില്ല. എപ്പോഴും താഴോട്ട് ആക്ട് ചെയ്യുള്ളൂ. ഈ ഒരു കേസിൽ നിങ്ങളുടെ സർവീസ് ലോഡ് കോമ്പിനേഷൻ ഇങ്ങനെയാണ്: ഡെഡ് ലോഡ് പ്ലസ് ഒന്നെങ്കിൽ വിൻഡ് ലോഡ് ഓർ ഏതാണ് എർക്യൂക്ക് ലോഡ് ആണെങ്കിൽ നിങ്ങളുടെ അൾട്ടിമേറ്റ് ലോഡ് വിൽ ബി ഈക്വൽ ടു 0.9 ടൈംസ് ഡെഡ് ലോഡ് ആണ് പ്ലസ് 1.5 ടൈംസ് വിൻഡ് ലോഡ് ഓർ 1.5 ടൈംസ് എർക്യൂക്ക് ലോഡ്, വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. ക്ലിയർ അല്ലേ? സോ ആദ്യമായിട്ടാണ് ഏത് ഫാക്ടർ വരുന്നത്? 0.9 എന്ന് പറയുന്ന ഫാക്ടർ വരുന്ന ഒരു സാഹചര്യം വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഏതിലാ കുറവ് കാണപ്പെടുന്നത്? ഡെഡ് ലോഡിലാണ് കുറവ് വിടുക. ഓക്കെ, യെസ്. ഇനി ഏറ്റവും അവസാനത്തെ കോമ്പിനേഷൻ ആണ് മൂന്നാമത്തെ കോമ്പിനേഷൻ. എന്താ പറയുന്നത്? യെസ്, സർവീസ് ലോഡ് ഏതൊക്കെയാണ്? എല്ലാത്തിന്റെയും കൂടി സമ്മ്. ഡെഡ് ലോഡിന്റെയും ലൈവ് ലോഡിന്റെയും വിൻഡ് ലോഡ് ഓർ എർക്യൂക്ക് ലോഡേ പറയപ്പെടുള്ളൂ. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നിങ്ങളുടെ സർവീസ് ലോഡ് എങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് ഈസ് ഗിവൺ ബൈ 1.2 ടൈംസ് ഡെഡ് ലോഡ് പ്ലസ് 1.2 ടൈംസ് ലൈവ് ലോഡ് പ്ലസ് 1.2 ടൈംസ് വിൻഡ് ലോഡ് ഓർ എന്താണ് 1.2 ടൈംസ് എർക്യൂക്ക് ലോഡ് ആണ്. ക്ലിയർ അല്ലേ? ഇത്തരത്തിലാണ് നമുക്ക് എന്തുണ്ടാവുക? അൾട്ടിമേറ്റ് ലോഡ് അവസാനം ഉണ്ടാവുക. ഈ മൂന്ന് കോമ്പിനേഷനെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതാണ് IS കോഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡുകൾ പറയുന്ന കോമ്പിനേഷൻ. സ്വാഭാവികമായിട്ട് നേരത്തെ നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ട് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് പ്ലസ് എർക്യൂക്ക് ലോഡ് ഒരുമിച്ച് വരുന്നില്ല, അല്ലെങ്കിൽ മറ്റു ലോഡുകൾ കൺസിഡർ ചെയ്യുന്നില്ല? ഒന്ന്, ഇത്തരത്തിലുള്ള ലോഡേ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ഇതിൽ തന്നെ ഒരു കാരണവശാലും എന്ത് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട? വിൻഡ് ലോഡും എർക്യൂക്ക് ലോഡും വേറെ വേറെ ആയി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്ഥലത്ത് ഒന്നെങ്കിൽ വിൻഡ് ലോഡ് മാത്രമേ എഫക്ട് കാണപ്പെടുള്ളൂ, അല്ലെങ്കിൽ എർക്യൂക്ക് ലോഡ് എഫക്ട് കാണപ്പെടാറുള്ളൂ. രണ്ടും കൂടിയും ഒരുമിച്ച് എഫക്ട് കാണപ്പെടുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വി ആർ നെവർ കൺസിഡറിങ് ദം ആസ് എ സെപ്പറേറ്റ് ലോഡ് കോമ്പിനേഷൻ. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ലോഡിന്റെ കോമ്പിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. ഇനി അഥവാ നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ലോഡ്, അതായത് എർക്യൂക്ക് ലോഡിനെയും വിൻഡ് ലോഡിനെയും നിങ്ങൾ വേറെ വേറെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് പ്ലസ് എർക്യൂക്ക് ലോഡ് വരും. അപ്പോൾ ലോഡിന്റെ വാല്യൂ വല്ലാതെ കൂടിയില്ലേ? അപ്പോൾ ലോഡിന്റെ വാല്യൂ കൂടുമ്പോൾ നിങ്ങളുടെ സ്ട്രക്ചറിന്റെ സൈസും എന്താവും? വല്ലാതെ കൂടും. നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ വല്ലാതെ കൂടും. അതായത് കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ കൂടുകയാണ്. അത് നമുക്ക് താല്പര്യമില്ല. വെറുതെ എന്തിനാ ഇല്ലാത്ത ലോഡ് കൊണ്ടു നടന്ന് കൺസ്ട്രക്ഷന്റെ ചെലവ് കൂട്ടുന്നത്? ദാറ്റ്സ് വൈ there is no combination like ഇങ്ങനെ. ഓക്കെ, ഇത്തരത്തിലൊരു കോമ്പിനേഷൻ ഇല്ല. ദിസ് ഈസ് ദ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ അവൈലബിൾ. ക്ലിയർ അല്ലേ? നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ ഡിസൈൻ ലോഡ് ഫോർ ദ ഗിവൺ ബീം എന്ന് പറഞ്ഞിട്ട് അവർ ഡെഡ് ലോഡും വിൻഡ് ലോഡും ലൈവ് ലോഡും എല്ലാം തന്നിട്ടുണ്ടാവും, എർക്യൂക്ക് ലോഡൊക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൂന്ന് കോമ്പിനേഷനും ചെക്ക് ചെയ്യുക. എന്നിട്ട് യെസ്, കൺസിഡർ ദ മാക്സിമം among these three. Okay, consider the maximum among the above three cases. മുകളിൽ പറഞ്ഞ മൂന്ന് കേസസിലെ യെസ് മാക്സിമം ആണ് നിങ്ങൾ ഡിസൈൻ ലോഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയേക്കാം ഏതായിരിക്കും സ്ഥിരം ആൻസർ വരേണ്ടത്? 1.2 ടൈംസ് എന്ന കോമ്പിനേഷൻ ആയേക്കാം എന്ത് എപ്പോഴും മാക്സിമം വരേണ്ടതെന്ന് അല്ലെ? നിങ്ങൾ ഈ മൂന്ന് കേസസും ചെക്ക് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ലോഡിനോട് 1.5 0.9 1.2 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യല്ലോ. അതിൽ സ്വാഭാവികമായിട്ടും കണ്ടാൽ അറിയാം ഏതാണ് മാക്സിമം വരിക. മൂന്നാമത്തെ കേസ് ആയിരിക്കും മാക്സിമം വരിക. അല്ല ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നോക്കിയേ, പ്രീവിയസ്ലി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ തന്നെ ചോദ്യം ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് സംഭവം കിട്ടും. ഓക്കെ, സോ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, ക്വസ്റ്റ്യൻ നോക്കുക. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താ അവര് പറയുന്നത്? വെയിറ്റ്, ഇതാ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഡിസൈൻ ലോഡ് ഫോർ ദ ഗിവൺ ബീം വിത്ത് the given loads as follow.
ഡിസൈൻ ലോഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, സോ ഡെഡ് ലോഡ് തന്നിട്ടുണ്ട് 100 ന്യൂട്ടൺ, 100 കിലോ ന്യൂട്ടൺ ആണ്, 100 കിലോ ന്യൂട്ടൺ ആണ്. യെസ്, ലൈവ് ലോഡ് 50 കിലോ ന്യൂട്ടൺ, വിൻഡ് ലോഡ് 70 കിലോ ന്യൂട്ടൺ. യെസ്, എർത്ത് ലോഡ് എത്രയാണ്? 200 കിലോ ന്യൂട്ടൺ. സോ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഈ രണ്ടെണ്ണത്തിലെ മാക്സിമം ആയ ഇപ്പോൾ തൽക്കാലം ഏതാണുള്ളത്? എർത്ത് ക്യൂക്ക് ലോഡായ 200 കിലോ ന്യൂട്ടൺ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദർ ഈസ് നോ നീഡ് ഓഫ് കൺസിഡറിങ് വിൻഡ് ലോഡ്, കാരണം അത് ചെറുതാണ്. ഏതാണോ മാക്സിമം ആ ലോഡ് എടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓരോ കോമ്പിനേഷനും ചെക്ക് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് കോമ്പിനേഷൻ എന്തായിരുന്നു? അൾട്ടിമേറ്റ് ലോഡ് ഈസ് ഈക്വൽ എന്താണ്? 1.5 ടൈംസ് ഡെഡ് ലോഡ് പ്ലസ് എത്രയാണ്? പ്ലസ് 1.5 ടൈംസ് എന്താണ്? ലൈവ് ലോഡ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അതായത് 1.5 ടൈംസ് എത്രയാണ്? ഡെഡ് ലോഡ് 100 ആണ്, പ്ലസ് 1.5 ടൈംസ് എന്താണ്? ലൈവ് ലോഡ് 50 ആണ്. എത്രയാണ് വരുന്ന വാല്യൂ? എത്രയാണ് വരുന്നത്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. വാട്ട് ഈസ് ദ വാല്യൂ കമ്മിങ്? എത്രയാണ്? 100ഉം 150 ആണെങ്കിൽ യു വിൽ ഗെറ്റ് 150 പ്ലസ് 75 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 225 അല്ലെ? 225 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡാണ് ആദ്യത്തെ കോമ്പിനേഷൻ പറയുന്നത്. വേർ ഓൺലി ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് ഈസ് കൺസിഡർഡ്. ക്ലിയർ? രണ്ടാമത്തെ നോക്കിയേ. നോക്കൂ. രണ്ടാമത്തെ കണ്ടീഷനിൽ അൾട്ടിമേറ്റ് ലോഡ് അല്ലെ? നോക്കിയേ, രണ്ടാമത്തെ കണ്ടീഷനിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ. രണ്ടാമത്തെ കണ്ടീഷനിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് ultimate load is equal to 1.5 times dead load plus 1.5 times ഇവിടെ ഇപ്പം എന്ത് മതി? എർത്ത് ലോഡ് മതി. വിൻഡ് ലോഡിനെക്കാട്ടും വളരെ കൂടുതലാണ് എർത്ത് ലോഡ്, അതുകൊണ്ട് വിൻഡ് ലോഡ് നമ്മൾ അവോയ്ഡ് ചെയ്തു ഈ ഒരു കേസിൽ. ഇവിടെ എർത്ത് ലോഡാണ് മാക്സിമം, സോ അത് മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് കോമ്പിനേഷൻ. രണ്ടാമത്തെ കേസിലെ രണ്ടാമത്തെ കോമ്പിനേഷൻ എന്തായിരുന്നു? അൾട്ടിമേറ്റ് ലോഡ് ഈസ് ഈക്വൽ ടു 0.9 ടൈംസ് ഡെഡ് ലോഡ് പ്ലസ് 1.5 ടൈംസ് എർത്ത് ലോഡ് ആണ്. നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് കോമ്പിനേഷൻസിൽ 1.5 എർത്ത് ലോഡ് ഇവിടെ ഉണ്ട്, 1.5 എർത്ത് ലോഡ് ഇവിടെ ഉണ്ട്. ഇവിടെ 1.5 ടൈംസ് ഡെഡ് ലോഡ് ആണ്, ഇവിടെ 0.9 ടൈംസ് ഡെഡ് ലോഡ് ആണ്. സോ ഈ രണ്ട് കണ്ടീഷനിൽ ആദ്യത്തെ കണ്ടീഷൻ നോക്കിയാൽ പോരെ, കാരണം ഒബ്വിയസ്ലി ഏതേ മാക്സിമം വരുള്ളൂ? രണ്ടാമത്തെ കണ്ടീഷനിലെ ഒന്നാമത്തെ കണ്ടീഷനാണ് മാക്സിമം വരുള്ളൂ. ഓക്കെ, 0.9 ആണ് ഡെഡ് ലോഡ് ഇവിടെ ഇട്ടത്, ഇവിടെ 1.5 ഡെഡ് ലോഡ് ആണ്. സോ തീർച്ചയായിട്ടും ഫസ്റ്റ് കേസേ വരുള്ളൂ. സോ ഇത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഈ 0.9 വാല്യൂ മറ്റു രീതിയിൽ തിയററ്റിക്കൽ ചോദ്യം ചോദിക്കാറുണ്ട്, അതിനു വേണ്ടി പറയുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ലോഡ് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിലെ രണ്ടാമത്തെ സാധനം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രെസ് റിവേഴ്സൽ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, സോ നോക്കിയേ എന്താ വരിക വാല്യൂ? 1.5 into 100 പ്ലസ് 1.5 into 200 അല്ലേ? 1.5 into 200 എർത്ത് ലോഡ് എത്രയായിരുന്നു? 200 ആണ്. ദാറ്റ് ഈസ് 150 പ്ലസ് 300 which is equal to 450 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ആദ്യം കിട്ടിയ കോമ്പിനേഷൻ 225 ആണ്, രണ്ടാമത്തെ കിട്ടിയ കോമ്പിനേഷൻ 450 ആണ്. ഇനി ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ട്, മൂന്നാമത്തത്. എല്ലാം കൂടി ഉള്ളത് നോക്കി എത്രയാണ് വരുന്നത്? മൂന്നാമത്തത് എന്താ പറയുന്നത്? അൾട്ടിമേറ്റ് ലോഡ് ഈസ് ഈക്വൽ ടു എത്ര ചെയ്യണം? 1.2 ഡെഡ് ലോഡ് പ്ലസ് 1.2 ലൈവ് ലോഡ് പ്ലസ് 1.2 എർത്ത് ലോഡ് മാത്രം മതി, കാരണം വിൻഡ് ലോഡ് കുറവാണ്. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ 1 ടൈംസ് 100 പ്ലസ് 1.2 ടൈംസ് 50 പ്ലസ് 1.2 ടൈംസ് 200. 1.2 ടൈംസ് എത്രയാണ്? 200 ആണ്. ഓക്കെ, വൈൽ കാൽക്കുലേറ്റിംഗ് ദ അല്ലെ വാല്യൂ വരട്ടല്ലേ? 100, 50, 200 അല്ലെ? ഇഫ് യു കാൽക്കുലേറ്റ് ദാറ്റ് യു വിൽ ഗെറ്റ് ദാറ്റ് ആസ് 420 കിലോ ന്യൂട്ടൺ ആണ്. 420 കിലോ ന്യൂട്ടൺ ആണ്. ഞാൻ പറഞ്ഞു, നോക്കിയേ, കണ്ടാൽ തോന്നും മൂന്നാമത്തെ കോമ്പിനേഷൻ ആണ് എപ്പോഴും മാക്സിമം വരിക എന്ന് തോന്നിയേക്കാം. അത് തോന്നൽ മാത്രമാണ്. ചില സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ കോമ്പിനേഷൻ മാക്സിമം വരുന്നുണ്ട്. നോക്കിയേ, ഇവിടെ 3 കോമ്പിനേഷൻസ് കിട്ടി. 225, 450, ഈ 420 നിങ്ങൾ ഡിസൈൻ ലോഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഈ 3 കോമ്പിനേഷൻസിലെ മാക്സിമം ആയ ലോഡ്. ഓക്കെ, സോ ദ ഡിസൈൻ ലോഡ് ഈസ് ഗിവൺ ബൈ എത്രയാണ്? ദ ഡിസൈൻ ലോഡ് ഈസ് ഈക്വൽ ടു maximum of this combination, that is equal to 450 കിലോ ന്യൂട്ടൺ ആണ്. സോ എല്ലാ കോമ്പിനേഷനും ചെക്ക് ചെയ്യണം എന്നതാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു വരുന്ന സാരാംശം. ഓക്കെ അല്ലേ? ഒരിക്കലും വിചാരിക്കരുത് മൂന്നാമത്തെ കോമ്പിനേഷൻ ആണ് എപ്പോഴും മാക്സിമം വരിക എന്നുള്ളത്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് RCCയിലെ ലോഡ് കോമ്പിനേഷൻസ് ഇൻ LSM ആണ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലെ ലോഡ് കോമ്പിനേഷൻസ് ആണ്. 3 ലോഡ് കോമ്പിനേഷൻസ് ഉണ്ട്. ഏതാണോ മാക്സിമം വാല്യൂ തരുന്നത് നിങ്ങൾ അതാണ് ഡിസൈനിന് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഫർദർ പോർഷൻസ് നമുക്ക് മറ്റു സെഷനുകളിൽ എടുക്കാം. അടുത്ത സെഷനിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.